തുടർച്ചയായ രണ്ടാം ജയം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് കൊച്ചിയുടെ പരിശീലകൻ റൈഫി ഗോമസ്. വിജയം തുടരാൻ പ്രയത്നിക്കുമെന്നും റൈഫി ജനം ടിവിയോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തങ്ങളുടെ രണ്ടാം വിജയം അതും ആധികാരികമായി സ്വന്തമാക്കിയിരിക്കുകയാണ്. ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള റൈഫി വിൻസെന്റ് ഗോമസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റൈഫി, ആധികാരികമായി തന്നെ രണ്ടാം ജയം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രണ്ട് മത്സരത്തിലും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ ടീം തിളങ്ങുന്ന ഒരു കാഴ്ച. ഇതിൻ്റെ ഇപ്പോഴാണ് നമ്മൾ ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു പെർഫോമൻസ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഓപ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെയാണ് നമ്മുടെ ക്യാമ്പെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ തമ്മിൽ ഈ പരിശീലകരോട് സംസാരിച്ചപ്പോൾ റൈഫി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചിരുന്നു സഞ്ജു ടീമിന് നിർണായകമാകുമെന്ന്. അപ്പോൾ റൈഫി പറഞ്ഞു സഞ്ജു മാത്രമല്ല, നിങ്ങൾക്ക് കളത്തിൽ അത് കാണാൻ സാധിക്കുമെന്ന്. അത് ശരിക്കും അക്ഷരത്തിൽ ശരിവെക്കുന്ന ഒരു പ്രകടനം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു സീസണിൽ സഞ്ജു നമ്മുടെ ടീമിലേക്ക് വരണം എന്നുള്ള ഏറ്റവും വലിയ ഡ്രീം ആൻഡ് വിഷനായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ഓണറായ സുഭാഷ് ജി മാനുവലിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും. അപ്പോൾ സഞ്ജു ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കി ചലഞ്ചസ് ഉണ്ട്. ബാക്കിയുള്ള ആ ഒരു പേഴ്സണിലാണ് നമുക്ക് ടീം ബിൽഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 15 പുലിക്കുട്ടികളെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ എടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ആ ഒരു പരിശീലനം അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ. ബട്ട് വി സ്റ്റേ ഹംബിൾ. കാരണം ഇത് കുട്ടി ക്രിക്കറ്റാണ്, നമുക്കറിയാം. ഓരോ ദിവസവും കൃത്യമായിട്ട് ആ പ്രോസസ്സും ആ ഒരു ഫോർമുലയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോഴാണ് ഇതുപോലത്തെ റിഫ്ലക്ഷൻസ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ഇന്നത്തെ മത്സരത്തിൽ വിനൂപിൻ്റെ ആഷിഖ് ഒപ്പം ആസിഫ് ഇവർ മൂന്നവരുടെ പ്രകടനം നിർണായകം. ഒരു സംശയമില്ല. എല്ലാ മാച്ചിലും ഓരോ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ വീണ്ടും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കോരോ വ്യക്തികളെയും മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട പരിശീലനവും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതിൽ വലിയൊരു എക്സാമ്പിൾ തന്നെയാണത്. എന്തായാലും വരുന്ന മത്സരത്തിൽ ഇനിയും വിജയം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽ കുമാർ, ജനം.